നമ്മളിതാ പോകാൻ പോകുന്നത് ആമസോൺ വ്യൂ പോയിന്റ് എടവണ്ണ. അതെടുത്തില്ലല്ലേ ബൈ ഗൈസ്. അവിടെ എത്തിയിട്ട് കാണിച്ചാൽ അവിടെ എത്തിട്ടോ. കൊള്ളാം മോനെ, എൻ്റെ ഈ കുഞ്ഞു വണ്ടി പറ്റില്ല. ഓഫ് റോഡ് വാട്ടർഫോൾ. നമുക്ക് ഈ വണ്ടി സൈഡാക്കിയിട്ട് നടക്കാൻ. വണ്ടി അവിടെ തോന്നുന്നു എല്ലാരും വിളിച്ച്. ഓക്കെ, നമ്മള് അവിടെ എത്തില്ല. ഹലോ, ഞാൻ ഇറങ്ങിപ്പോയി. നമ്മളെവിടെ എത്തിയതും ആമസോൺ വ്യൂ പോയിന്റ്. അങ്ങോട്ട് നോക്കിയാൽ വ്യൂ പോയിന്റ്, ഇവിടെ വ്യൂ പോയിന്റ്. ചാലിയാർ. ആക്ച്വലി ഇതിൻ്റെ വ്യൂ എന്താണെന്ന് വെച്ചാൽ ചാലിയാർ പുഴ ഇങ്ങനെ യു ഷേപ്പിൽ ടേൺ ചെയ്യുന്നൊരു പോയിന്റാണ്. അപ്പോൾ നമുക്കത് എന്തുകൊണ്ട് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറയാൻ കാരണം ആമസോണിൽ ഇതുപോലൊരു വ്യൂ ഉണ്ട്. ഐ മീൻ ആമസോൺ റിവർ ഇങ്ങനെ വ്യൂ അടിക്കുന്നു. അതുമായിട്ട് ഭയങ്കര കമ്പാരബിൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റാണ്. വിൽ ഗോ ടു ദാറ്റ് ആൻഡ് എക്സ്പ്ലോർ ഹൗ ഇറ്റ് ഈസ്. അതാണ് ഈ ട്രക്ക്. അത് നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കാം. യൂട്ടേൺ. എന്താ നിനക്കൊരു വലിവില്ലാത്ത? എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ശരിയാണെങ്കിൽ 2 കിലോമീറ്റേഴ്സ് കനത്ത ഹൈറ്റിലേക്ക് കയറുക. അവരോട് ചോദിച്ചു നോക്കാം. ഇപ്പോൾ സാധാ റോഡിലൂടെ അല്ലേ പോകുന്നത്. കയറി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും വ്യൂ ഇങ്ങനെയാണ്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. കൊള്ളാം ഗൈസ്, നല്ല വ്യൂ ആണ്. പക്ഷെ ഫോണിൽ ഭംഗിയില്ല. എനിക്ക് തോന്നിയതൊരു സൺറൈസൊക്കെ ആകുമ്പോൾ പൊള്ളിയായിരിക്കും അവിടെയൊക്കെ കാണാൻ. ഫസൽ സ്നാക്ക് ബ്രേക്ക്. ഓക്കെ, വീഡിയോക്ക് വേണ്ടി അങ്ങനെയല്ല. അതിനെപ്പറ്റി ചേട്ടൻ വാക്ക് പറ. ഞാൻ ഒന്ന് ശ്വാസം എടുത്തോട്ടെ. വെള്ളം കുടിക്കാം ഇപ്പൊ. ഓക്കെ, എന്നാ ശരി, ബൈ ഗൈസ്. ഉടായിപ്പാണ് ഫസൽ പറയുന്നത്, പക്ഷെ എൻ്റെ ആത്മാർത്ഥത ആണത്. പിന്നെന്താ, ഒരു റെസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുറച്ച് എൻജോയ് ചെയ്യണ്ടേ? എന്താ നിങ്ങളെ വ്യൂ പറയും? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പോയില്ല. ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എൻജോയ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ വലിയൊരു ബന്ധം കയറി വന്നു. ഇനി എനിക്ക് വെള്ളം എന്താ ഫസ്? എക്സ്ക്യൂസ് മീ. എടാ, കോട പോകുന്നുണ്ട്. വായു ഇങ്ങനെ ഇല്ലല്ലോ, ചൂടാണല്ലോ. പിന്നെന്താ? ഫസ്റ്റ് ബ്രേക്ക്. വെള്ളം വേണ്ട. വെള്ളം വേണ്ട. മോരും വെള്ളം ഉണ്ടോ? എത്ര രൂപ? 20 രൂപ. ഒരു വെള്ളം വേണം. ഫോൺ പേ കിട്ടുമോ നോക്ക്. അയ്യോ, നെറ്റ്വർക്ക് ഉണ്ടോ നോക്കട്ടെ. ഞങ്ങളിത് അവിടെ ഒരു ഫസ്റ്റ് ബ്രേക്ക് എടുത്തതാണ്. ഞാൻ ഹാപ്പിയായി. ഇതിൽ കുറേ നേരം വിറപ്പിക്കുന്നു. അപ്പം ഒരു ബ്രേക്ക് എടുത്തത്. ഒരു കടയുണ്ട് ഇവിടെ, അപ്പം ബ്രേക്ക് എടുക്കാൻ. മോരും വെള്ളം കുടിക്കാന്ന് വിചാരിച്ച്. ഫസ്റ്റ് എന്തായാലും വെള്ളം കുടിക്കട്ടെ. മോരും വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം കുടിച്ചാൽ കുറച്ച് കുടിക്കാം. പക്ഷെ എനിക്ക് ദാഹിക്കാം. തരുമോ? വീഡിയോ എടുക്കാനുള്ള ഒരു സെക്കൻഡ്. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കയറി പോയിട്ടാണ് പോവുക. കയറിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഹായ് ഫസൽ,
എന്ത് ഫീൽ ചെയ്യുന്നു? ഈസി ട്രക്ക്. ഇതാ എന്നെ പേടിപ്പിക്കുന്നത്. എനിക്കൊരു ഡിഫിക്കൽട്ട് ആവൂല എന്തായാലും. കാരണം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാല് വായൊക്കെ ഈസി മീഡിയം ഈസി ഇന്റർമീഡിയറ്റ് ഹാർഡിലിട്ട് കഴിഞ്ഞാൽ ഇത് ഈസിയാ. ഓക്കെ ഫൈൻ. നമ്മള് കസോളി പോയാലും അതായാലും ഈസിയാ. അത് വെരി ഈസി. അതെനിക്ക് ഈസിയാണ്. യൂസ്ഡ് ബിറ്റ്വീൻ 2 വഴികൾ. ഇവിടെ പ്രശ്നം തന്നെ, ഇവിടെ കൂൾ ബാർ ആൻഡ് ടീ ഷോപ്പ് ഒന്ന് കൊടുത്തത് കൊണ്ട് അങ്ങോട്ടാവൂലേ എന്ന് ഫസിൽ പറയുന്നത്. ചിലപ്പോൾ ഇതാവുന്നു. പക്ഷേ കൂൾ ബാറും ടീ ഷോപ്പും ഉണ്ടാവുക പോകുന്ന വഴിക്കാണല്ലോ. അപ്പം അവർ കൊടുത്തപ്പോൾ അവിടെ ആവും. അത് നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ ഇതിൻ്റെ മേലേക്ക് കയറാൻ പോകും. എനിക്ക് ഇങ്ങനത്തെ നമുക്ക് വേണ്ടെടുത്തിട്ട് പൈസ കൊടുത്താൽ അങ്ങനത്തെ ഉണ്ടോ ഇവിടെ? ഇവിടെ ഉണ്ടാവില്ല അത്. സ്പെഷ്യലി ഉണ്ടാവും. ഏയ് അപ്പം എല്ലാവരും എടുക്കും. അതൊക്കെ നിന്റെ യൂറോപ്പിൽ ഓൾറെഡി കണ്ടതാ. ഫസൽ തന്നെ ഏതോ കാട്ടുകൂടി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വ്യൂ മനുഷ്യന്മാരോട് വരുന്നുണ്ട്. നമ്മളോടൊപ്പം ഓക്കെ. ഈസി ട്രക്ക് അല്ല ഇത്, ഇന്റർമീഡിയറ്റാ. ആ പാറേൻ്റെ മേലെത്തണം. അപ്പോൾ ഓൾമോസ്റ്റ് ചാലിയാർ റിവറാണ് കാണുന്നത്. യെസ്, അവിടെ എത്തണ്ടേ. ഷൂവിൻ്റെ ലേസൊക്കെ പോയി. ലേസ് ഇട്ട് ഹായ് ഗായ്സ്, നമുക്ക് ഒരു വ്യൂ പോയിന്റിലെത്തി. ശരിയായ വ്യൂ ആണ് ഗായ്സ്. നമ്മൾ വന്ന വഴി കേട്ടോ. പിന്നെ അങ്ങനെ വന്നതാ. നമ്മളാ കോറിൻ്റെ അടുത്ത് കൂടെ വന്നിട്ടില്ല. കുറേ ഇവിടെ വേറെ തന്നെ മല, വേറെ തന്നെ മല. കളറ് വ്യത്യാസം. തിരിഞ്ഞെന്നാ തൊപ്പി തൊപ്പി. കാറ്റെന്നൊക്കെ പറഞ്ഞ എങ്ങനെ കാണിക്കുക? കാറ്റ് തൊപ്പിയൊക്കെ പറന്നു പോകുന്നു, മുടിയൊക്കെ മറക്കുന്നു. എങ്ങനെയത് കാണിക്കുക? ഞങ്ങൾ ആമസോൺ വ്യൂ പോയിന്റിന്റെ മേലെ ഇനി എത്തിയിട്ടില്ല. ഏതാനും മീറ്റേഴ്സ്. പക്ഷെ ഇത് വ്യൂ
ഇസ് ഓൾറെഡി വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല വ്യൂ ആണ്. പക്ഷേ ഈ സൈഡല്ല ആക്ച്വലി നമ്മുടെ വ്യൂ. നമ്മുടെ അപ്പുറത്തെ സൈഡിലാണ് ചാലിയാർ റിവർ ഉള്ള. ആ വ്യൂ നമ്മൾ ഈ മല കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് അടിപൊളിയാണ്. ആ വ്യൂവിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് കിട്ടി. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്കെന്താ പറയാനുള്ള ഈ കാറ്റിനെ പറ്റി? നല്ല കാറ്റ്, നല്ല രസമുണ്ട്. ഒന്നാമത് വേർത്ത് വരേന്, വേർപ്പൊക്കെ പോയല്ലേ. നമ്മൾ കയറി പോകുമ്പോൾ കേട്ടോ. ഇത് നെക്സ്റ്റ് മല, നേരത്തെ കണ്ടിട്ട് ഒരു മല. നമുക്ക് അതിൻ്റെ നേരെ കയറി വ്യൂ നോക്കാം. Hello guys. 1 hour 2 hours almost 2 ഹവേഴ്സിൻ്റെ കഠിനാധ്വാനത്തിന് ശേഷം നമ്മളിതിൻ്റെ പീക്കിൽ എത്തിയിട്ടുണ്ട്. അവിടെ വ്യൂ കാണാം. വ്യൂ നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മളും കണ്ടിട്ടില്ല. അവിടെ കയറി അങ്ങനെ നോക്കല്ലേ, അവിടെ നോക്കല്ലേ, അവിടെ കയറി കാണുന്നില്ലല്ലേ കാര്യമായിട്ട്. അല്ല ഓ, ഇതാണ് വ്യൂ പോയിന്റ്. ഇതിന്റെ വിലക്കില്ലല്ലോ? ഉണ്ടോ? നീ ഉണ്ടോ? ആണല്ലേ. ആ സെറ്റ്. വീഡിയോ നോക്കി ഞാൻ കുറച്ച് ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ റിവർ എന്തിനാ ഇങ്ങനെ വളഞ്ഞെന്ന് അറിയാൻ പറ്റുമോ? അറിയില്ല, പറ. ഇറ്റ്സ് ഇയേഴ്സ് ഓഫ് ഫോർമേഷൻ. ഇതിങ്ങനെ വളഞ്ഞ് ഇതിങ്ങനെ വളയും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ റിവർ സ്ട്രെയിറ്റൻ ഔട്ട് ആവും. ഈ വളവ്, ആ വളവും ഈ വളവും കണ്ടോ? ആ രണ്ട് യു വെള്ളം ഇങ്ങനെ വന്ന് ഒരു സൈഡ് ഇറ്റ് ചെയ്ത് ഇത് രണ്ടും സ്ട്രെയിറ്റൻ ഔട്ട് ആവും. അപ്പം ഈ യു ഷേപ്പ് കണ്ടോ? ഇത് മാത്രം ബാക്കിയാവും. അങ്ങനെ ബാക്കിയാവുന്നതിന് പറയുന്ന സാധനമാണ് ഓക്സ്ബോ റിവേഴ്സിൽ. ഇത് റിവേഴ്സിൻ്റെ ടെൻഡൻസിയാണ് ടു ഓൾവേസ് ഫോം സിക്സാഗ്. എപ്പോഴും റിവേഴ്സ് ഇങ്ങനെ പോവുക. ഫിസിക്സ് അല്ല, ജിയോഗ്രഫി. അത് മീൻ വാട്ടർ ബോഡീൻ്റെ ടെൻഡൻസിയാണ് ഇത്. ഇപ്പം എങ്ങനെ ഇത് സിക്സാഗ് ആവുന്നതെന്ന് മനസ്സിലായോ? വെള്ളം ഇങ്ങനെ വരാന്ന് വിചാരിച്ചോ, ആ വെള്ളം നേരെ വന്നിട്ട് ഹിറ്റ് ചെയ്യുക അതിൻ്റെ അറ്റത്തല്ലേ. അറ്റത്ത് ഹിറ്റ് ചെയ്ത് എന്താവും, വെള്ളം കുറച്ചുകൂടി അങ്ങോട്ട് പോയി തുടങ്ങും. ആ ഭാഗത്തുള്ള സോയിലൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഇയേഴ്സ് ആഫ്റ്റർ ഇയേഴ്സ് അത് അവിടെ ഹിറ്റ് ചെയ്ത് എന്താവും, ആ അറ്റവും ഈ അറ്റവും കൂടി ചേരും. എന്നിട്ട് ഇത് മുട്ടും, എന്നിട്ട് ഇത് ബാക്കിയാവും. അത് പിന്നെയും ഇത് കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും ഹിറ്റ് ചെയ്യും. അപ്പൊ അവിടെ അങ്ങനെ ചെറുതായിട്ട് എന്താവും, തട്ടി. That's how rivers are formed. വ്യൂ എങ്ങനെ? വ്യൂ പീക്കെത്തി. ഇതൊരു സൈഡ് വ്യൂ ആണ്, പക്ഷെ നമ്മൾ ഏറ്റവും മേലെത്തി. ആൻഡ് ഫസൽ എവിടെ? ഫസൽ ഇങ്ങോട്ട് വന്ന് ഹായ് പറ. ഹായ്, ഹലോ ഗായ്സ്. ഇതാണ് ഏറ്റവും മേലെ പീക്ക്. ഫസൽ ഹാപ്പിയാണോ നീ? ഞാൻ ഹാപ്പിയാണ്. ഇതാട്ടോ സാധനം. നമ്മൾ നേരത്തെ അവിടെ നിന്ന് അത് കണ്ട്, ഇപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് അത് കാണുന്നു. കൊള്ളാം എന്തായാലും.
ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ട്രക്ക് കംപ്ലീറ്റ് ചെയ്തു. മിഷൻ അക്കോംപ്ലിഷ്ഡ്. നാളെ കക്കാടം പോയ ട്രക്കുമായിട്ട് മുന്നിലേക്ക് വരുന്നതാണ്. നാളെ പോകുന്നുണ്ട്. മേ ബി. ഓക്കെ ഗായ്സ്, ആമസോൺ വ്യൂ പോയിന്റിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ആമസോൺ വ്യൂ പോയിന്റ് ട്രക്കിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആമസോൺ വ്യൂ പോയിന്റ് സെർച്ച് ചെയ്യാം. എന്നിട്ട് നേരെ പിടിച്ചാൽ മതി. ബാക്കി എല്ലാ റൂട്ടും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വരെ ഒരു ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. നമ്മൾ നോർമൽ കാറിലായതുകൊണ്ട്, സെഡാൻ കാറിലായതുകൊണ്ട് താഴെ നിർത്തി ഒരു 1 കിലോമീറ്ററോളം പിന്നെ നടന്ന്. അത് നടത്താൻ എനിക്ക് ഇഷ്ടമായിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഒന്നും കാണാനില്ല, നമുക്ക് കാണാനുണ്ട്. പക്ഷെ ഇത് കോൺക്രീറ്റ് റോഡിലൂടെ നടക്കുന്നത് രസമില്ലേന്. പക്ഷെ എന്നാലും കംപ്ലീറ്റ് നല്ല മല കയറുമ്പോ എനിക്ക് ഒരു ത്രില്ലുണ്ടായിരുന്നു കാണാനും കാണാനും. പക്ഷെ ആ ഒരു ഇതെനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഇറ്റ്സ് ട്രൂ. പക്ഷെ അവിടേക്ക് ഒരു താറോ നല്ല ജീപ്പ് ബൈക്കായാലും മതി, സുഖമായിട്ട് പോകും. മറ്റേ അറ്റ്ലീസ്റ്റ് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം, അത്രേ ഉള്ളൂ വണ്ടിക്ക്, കാറിന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വന്ന് അതുവരെ വന്ന് പാർക്ക് ചെയ്ത് വരാനേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ഒരു സ്നാക്സും കഴിച്ചിട്ട് നേരെ അങ്ങ് കയറിയാൽ മതി. കയറി ഫസ്റ്റ് വളവ്, ഫസ്റ്റ് ചായക്കട കഴിഞ്ഞ് പിന്നെ ഒരു പോയിന്റിൽ ടീ പോയിന്റ് തന്നെ ഒരു വ്യൂ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ എത്തിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, ടീ പോയിന്റ് അല്ല, അതിൻ്റെ സൈഡിൽ കൂടെ പോകണം. കുറച്ച് ഹൈറ്റിൽ കയറാനുണ്ട്. നമ്മളത് കഴിഞ്ഞ് വ്യൂ കണ്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇറങ്ങി പോകുന്നതിനെ. പക്ഷെ അങ്ങനെയല്ല, മേലേക്ക് കയറിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് മേലേക്ക് കയറാനുണ്ട്, എന്നാലും ടോപ്പിലെത്തും. നമ്മൾ ഏറ്റവും ടോപ്പിൽ, ഇതിന്റെ മേലേക്ക് ഇല്ല കേട്ടോ. വ്യൂ കാണിച്ചു കൊടുക്കും, നല്ല രസമുണ്ട്. ആണ് വ്യൂ. ഇതാണ് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൽ ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും റിവർ ഇങ്ങനെ ആ ഷേപ്പ് എടുക്കുന്ന സിക്സാക് ഷേപ്സ്. ആൻഡ് എവഞ്ചലി ഇതൊക്കെ സ്ട്രെയിറ്റൻ ഔട്ട് ആവാനുള്ള ഇതാണ്. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. ഇതിവിടെ കാണാനുണ്ട്. കാണുന്നില്ല, ഇതെങ്ങനെ വരുന്നുണ്ട് റിവർ. സി അതാ അങ്ങനെ. ഗൈസ്, അപ്പോൾ നമ്മൾ ആമസോൺ വ്യൂ പോയിന്റ് ട്രക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. See you guys. Bye. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഈ ആമസോൺ വ്യൂ പോയിന്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. See you guys. ഇതൊക്കെയാണ് വ്യൂ. ആൾക്കാർ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് കുറവാണ്, എന്നാലും ഉണ്ട് കുറച്ച് ആൾക്കാർ. അതുകൊണ്ട് ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. താഴേക്ക് അങ്ങനെ എത്താനുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 6 now. താഴെ പോട്ടെ.